ഞാനും കടുത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ കടന്നാക്രമിച്ച ഒരാളാണ്. ബി ജെ പിയുടെ നറേറ്റീവായിരുന്നു. രാവിലെ ഇറങ്ങി ആയിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ IT സെല്ലും എല്ലാം ശ്രമിക്കുന്നത് ഇന്ന് രാഹുൽ ഗാന്ധിയെ ഡിഫെയിം ചെയ്യാൻ, അപമാനിക്കാൻ എന്ത് പുതിയ പ്രയോഗം നടത്തും, എന്ത് പുതിയ ട്രോൾ കൊണ്ടുവരും. ഇത് സ്ഥിരം ഒരു ശൈലിയായിരുന്നു, രീതിയായിരുന്നു. ഏതാണ്ട് 10 വർഷക്കാലത്തിലധികമായി നിരന്തരമായി എല്ലാ ദിവസവും ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുകയാണ്. ഈ 10 വർഷക്കാലവും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും രോഗാതുരയായ മാതാവിനെ വരെ 48 മണിക്കൂറിലധികം തുടർച്ചയായി ചോദ്യം ചെയ്യുകയാണ്. 48 മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ രോഗാതുരയായ മാതാവിനെ നിരന്തരം, അദ്ദേഹത്തിൻ്റെ സഹോദരിയെ, കുടുംബത്തെ, അദ്ദേഹത്തെ നിരവധി കേസുകൾ കൊടുക്കുന്നു. പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ 39 കേസുകളിൽ പ്രതിയാക്കുന്നു. ഒരു മനുഷ്യൻ ഇത് മുഴുവൻ നേരിട്ടിട്ടും തകരാതെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് മഴയും കാറ്റും വെയിലും മഞ്ഞും ഒന്നും വകവയ്ക്കാതെ നടന്നു നീങ്ങുന്നുണ്ടെങ്കിൽ, ഈ നരേന്ദ്രമോദിയുടെ പവർ പൊളിറ്റിക്സിൻ്റെ മൈറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇന്നും പോരാടുന്നുണ്ടെങ്കിൽ മാറേണ്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണോ അതോ സമൂഹമാണോ? മാറേണ്ടത് സമൂഹമാണ്. ആ സമൂഹത്തെ തൻ്റെ ചിന്തയ്ക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളാണ് മാറേണ്ടത്. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഈ സമയത്ത് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ പൂർവികർ ജീവൻ കൊടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ നിറത്തോക്കൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ച് രക്തസാക്ഷിത്വം വരിച്ച് ആൻഡമാനിൽ പോയി ജയിലറകൾ കുലുക്കിയൊക്കെ ഈ രാജ്യത്തിന് നേടിത്തന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള മനോഹരമായ ഭരണഘടനയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളും കവർന്നെടുക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം നയിക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും ത്യാഗം സഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും? അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും ഇപ്പോൾ ചെയ്യേണ്ട കർത്തവ്യം.